നിങ്ങൾക്ക് പപ്പായ കിട്ടാനുണ്ടോ? ഞങ്ങളവിടെ നാട്ടിൽ കർമൂസ എന്ന് പറയാം. പല സ്ഥലത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ കറി പോലെ ഉണ്ടാക്കാം. ചിക്കൻ കറീനെക്കാട്ടും ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാവശ്യമുള്ളത് കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, തക്കാളി, തേങ്ങ, കറിവേപ്പില, കർമൂസ. അപ്പോൾ ആദ്യം കർമൂസ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കണേ. ഒന്നൊരുവിധം റോസ്റ്റാക്കി എടുക്കണം. അത് എന്നിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാക്കിയിട്ടുള്ളത് അതൊന്ന് വറുത്ത് കോരി എടുക്കാം. നമുക്ക് അതിലേക്ക് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കഷ്ണമാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇല്ലാച്ചാൽ ഇതേപോലെ ചിരകിങ്ങാണ്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരുംജീരകവും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വറുത്തെടുക്കുക. ഇങ്ങനെ വെളിച്ചെണ്ണ പാത്രത്തിൽ നിന്ന് മാറി വരുന്ന രീതിക്ക് ആക്കിയിട്ട് തേങ്ങ വറുത്തെടുക്കണേ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വലിയ ഉള്ളി ഉണ്ട് വെച്ചാൽ സവാള വേണം വെച്ചാൽ സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം. അതും നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാല പൊടികൾ ഇട്ട് കൊടുക്കാം. മുളകും പൊടി കുറച്ച് അവരവരുടെ എരിവിനനുസരിച്ച്. ഇപ്പം ഞാൻ കുറച്ച് അര സ്പൂൺ ഇട്ടിട്ടുള്ളൂ. കർമൂസ ചെയ്യുമ്പോൾ വേഗം എരിവ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അരപ്പ് കൂട്ടുന്ന ടൈമിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. മുളകും പൊടി നല്ല ചൂടായതിന് ശേഷം ആയിരിക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കർമൂസ വറുത്ത് വെച്ചിട്ടുള്ള കർമൂസ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കർമൂസയ്ക്ക്. സാധാരണ പച്ചക്ക് പച്ച തേങ്ങ അരച്ചിങ്ങാണ്ടൊക്കെ വെക്കൂലേ. അപ്പോൾ ഒരു വെറൈറ്റി വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ അതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ട് വെച്ചാൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒന്ന് മൂടി വെച്ച് നല്ലവണ്ണം വേവിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ അതൊന്ന് അരച്ചിങ്ങാണ്ട് ചേർത്ത് കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് മുളക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കർമൂസ കറിയൊന്നും കൂട്ടാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചിക്കൻ കറീൻ്റെ മോഡലിലൊക്കെ ഉണ്ടാക്കിയാൽ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിയിട്ടോ.